ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് മാവും അതുപോലെ പഴവും വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് മിക്സി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ബീറ്ററിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അതുകൊണ്ട് തന്നെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് മാവാണ് അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് മാവിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു കേക്കിന് നമ്മൾ വാനില എസൻസും അങ്ങനെ എസൻസ് ചേർക്കുന്നില്ല. അതിന് പകരം സിനമൺ ഉണ്ട്, പട്ടയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതായിരുന്നു പട്ട. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ 2-3 തവണ അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറാണ് ആവശ്യമുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ആദ്യം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബീറ്ററൊന്നും ഇല്ലാത്തവർക്കും ട്രൈ ചെയ്യാവുന്ന രീതിയിൽ കാണിച്ചിട്ടേ ഉള്ളൂ. ബീറ്റർ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ടൈപ്പ് പഴമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന റോബസ്റ്റയുടെ ആ ഒരു മോഡലാണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 2 പഴം, നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രമിക്കുക. 2 പഴവും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു 1 മിനിറ്റൊക്കെ അരച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല പേസ്റ്റായിട്ട് വരും. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ പഴവും അതുപോലെ പഞ്ചസാരയും കൂടിയിട്ട് അടിച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്തിട്ട് പൾസ് ബട്ടൺ ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടി ആഡ് ചെയ്യുക, അതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് തിക്കായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇത് നന്നായിട്ട് തിക്കായി വരുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഏകദേശം ഇട്ടു. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ടിട്ട് കറക്കാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ മിക്സായി കിട്ടിയാൽ മതി. പൾസ് ബട്ടൺ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത് ഒരുപാട് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇത് കുറച്ചൊരു തിക്ക് കൂടുതലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിൽ തണുപ്പോട് കൂടി ഒഴിക്കരുത്, അതുപോലെ ചൂടോട് കൂടി ഒഴിക്കരുത്. ഞാൻ 1 ടേബിൾ സ്പൂണ് പാല് കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ബാറ്റർ വരേണ്ടത്. നല്ല തിക്കാവാൻ പാടില്ല, ഒരുപാട് ലൂസും ആവരുത്. അപ്പോൾ ഞാൻ ബേക്കിംഗ് ടിന്ന് ഒരു 6 ഇഞ്ചിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓവൺ അതുപോലെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ഒരു 35 മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ എയർ ബബിൾസൊക്കെ കുടുങ്ങിയിട്ടുണ്ട് പോകാനായിട്ട്. ഇനി ഞാൻ കുറച്ച് മുകളിൽ കുറച്ച് ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമില്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ടൈം വെച്ചിരുന്നു. 35 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വയറാക്കിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ ഓവണിലല്ലാതെ വേണമെങ്കിൽ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുന്നേ കപ്പ് കേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കപ്പ് കേക്കും നോർമൽ കേക്കൊക്കെ കാണിച്ചിട്ടുണ്ട് ഓവണില്ലാതെ ബേക്ക് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓവണില്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരിക്കലും ചൂടോടുകൂടി നമ്മൾ ഒരു കേക്കും തന്നെ കട്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഞാനിത് ഒരു വയറാക്കിലേക്ക് മാറ്റുന്നത് പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടില്ല, നല്ല സ്പഞ്ചിയാണ് നമ്മുടെ കേക്ക്.
അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി കേക്ക് തന്നെയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്